ഞാൻ പറഞ്ഞായിരുന്നല്ലോ നിനക്കിനി മുതൽ ഡയലോഗ്സ് ഒന്നുമില്ല. നീ ഇങ്ങനെ ആവശ്യത്തിനും അനാവശ്യത്തിനും പുച്ഛം വാരി വിതറിയിച്ചാൽ മതിയെന്ന്. ഇതൊക്കെ പോരാഞ്ഞ നീ എന്താ പറഞ്ഞത്? നീ എനിക്ക് ഒരുപാട് നല്ല പെൺപിള്ളേരെ കാട്ടിത്തന്നപ്പോൾ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ഒടുക്കം ഏതോ ഒരുത്തൻ തേച്ചിട്ട് പോയ പെണ്ണിനെ എനിക്ക് കിട്ടിയെന്ന്. ഇമ്മാതിരി ഡയലോഗ്സ് വേണ്ടാട്ടാ. അവൾക്കിട്ട് ചെറിയ പണി കൊടുക്കുക, അതാ എൻ്റെ ലക്ഷ്യം. അല്ലാതെ അവളെ കരയിപ്പിക്കല്ല. ഞാനേ താലി കെട്ടിയ പെണ്ണാത്. ഓ, എന്നിട്ടാണോ ഇങ്ങനെ രണ്ട് തോണി കാലിടുന്നേ? അല്ല, ഏട്ടനല്ലേ പറഞ്ഞത് ആള് ഭയങ്കര സ്ട്രോങ് ആണ്, ബോൾഡാണെന്നൊക്കെ. എന്നിട്ട് ഇതെന്തോന്ന് ഒരുമാതിരി കണ്ണീർ പരമ്പരയിലെ നായികയെ പോലെ കണ്ടിട്ടെന്നെ എനിക്കെന്നെ കരച്ചിൽ വന്നു. ഇങ്ങനെ പോയാലേ എൻ്റെ കയ്യിൽ നിന്ന് പോവൂട്ടോ. പാവം ഏട്ടത്തി. ഇനിയിപ്പോൾ ഇതൊക്കെ ഒരു ഡ്രാമ ആയിരുന്നു എന്നറിയുമ്പോൾ പുള്ളിക്കാർ തിരിച്ചെനിക്ക് പണി തരുമോ എന്നാണ് എൻ്റെ പേടി. അതേടാ, എനിക്കേ അതിൻ്റെ സങ്കടം കാണുമ്പോൾ വല്ലാത്ത വിഷമം. അതാ ഞാൻ കൂടുതലൊന്നും പറയാത്തേ. ഇനി എന്നെക്കൊണ്ട് വയ്യ ദുഷ്ടത്തിയായ അമ്മായിയമ്മയാവാൻ. നീ എന്താന്ന് വെച്ചാ ചെയ്യേ. ആ കൊച്ചനെ പ്രാഗി കൊല്ലാതിരുന്നാൽ മതിയായിരുന്നു. അമ്മേ, നിങ്ങളിങ്ങനെ ആയാലെങ്ങനെയാ? അവള് ജീവിതം എന്താണെന്ന് പഠിക്കട്ടെ. ഇപ്പം നമ്മളെ കാണുന്ന ഈ അനു അല്ല റിയൽ അനു. ആളിത്തിരി അഹങ്കാരിയും തൻ്റെ അടിയാണ്. നമ്മളിവിടെ എല്ലാവരും സ്നേഹം വാരിക്കോരി കൊടുത്താലേ അവൾ വീണ്ടും പഴയ അനു ആവില്ലെന്ന് ആര് കണ്ടു? ഇതിപ്പോൾ ജീവിതത്തിൽ പെട്ടെന്ന് വന്ന ഒരു തിരിച്ചടി. അതാണ് ആളൊന്ന് ഒതുങ്ങിയത്. നോക്കാമല്ലോ ആളിനി പഴയ ഫോമിലേക്ക് വരുമെന്ന്. അവളുടെ ഏട്ടൻ തന്നെയാണ് പറഞ്ഞത് അവൾക്ക് ചിലത് മനസ്സിലാക്കി കൊടുക്കണമെന്ന്. ഇതിപ്പോൾ അവൾ കരഞ്ഞ് സീനാക്കുന്ന സ്ഥിതിക്ക് ഈ കുത്തി നോവിപ്പിക്കുന്നത് വേണ്ടെന്ന് വെക്കാം. അല്ലെങ്കിൽ അവൾ കരഞ്ഞു എന്നറിഞ്ഞാൽ അബിക്കത് സഹിക്കില്ല. ഇനി നമുക്ക് അവൾക്കിട്ട് ചെറിയ ചെറിയ പണികൾ കൊടുക്കാം, അല്ലേ? സ്നേഹം കൊണ്ട് കൊടുക്കുന്ന 8ന്റെ പണിയുടെ ലിസ്റ്റ് ഞാൻ വൈകാതെ തരാം. നിങ്ങൾ കളത്തിലിറങ്ങിക്കോ, ഞാൻ ഗാലറിയിലിരുന്ന് കളി കണ്ടോളാം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഇന്നിപ്പോൾ അവൾക്ക് കൊടുക്കാൻ പറ്റിയ വല്ല മനോഹരമായ ആചാരം ഉണ്ടെങ്കിലേ അമ്മ അങ്ങ് പൊടിയും തട്ടിയെടുത്തേക്ക്. നാളത്തേക്ക് നമുക്ക് കിടുക്കാച്ചി പണി റെഡിയാക്കാം. ഇപ്പോൾ ഞാൻ പോയി അവളെ ഒരല്പം ആശ്വസിപ്പിച്ചിട്ട് വരാം. അമ്മാതിരി വർത്തമാനല്ലേ ഇവൾ പറഞ്ഞത്. ഇനി വേണ്ടാട്ടാ. അത്രയും പറഞ്ഞ് രാഹുൽ അവിടെ നിന്ന് മുകളിലോട്ട് നടന്നു നീങ്ങി. അഭി എഴുന്നേൽക്കുമ്പോൾ ദേവ് മുറിയിലില്ലായിരുന്നു. ഇന്നലെ നല്ലവണ്ണം മഴ നനഞ്ഞതിൻ്റെ ചെറിയ അസ്വസ്ഥതകൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ അവനിൽ പ്രകടമായിരുന്നു. എഴുന്നേറ്റ് പെട്ടെന്ന് കുളിച്ച് റെഡിയായി താഴേക്ക് ചെല്ലുമ്പോൾ അടുക്കളയിൽ കാര്യമായ ഒച്ചപ്പാടും ബഹളവും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അവൻ അടുക്കളയിലോട്ട് ചെന്ന് നോക്കിയപ്പോൾ ദേവ് കാര്യമായ കുക്കിങ്ങിലാണ്. ഗ്യാസ് സ്റ്റോവിൽ ഒരു ഭാഗത്തെ കറി തിളയ്ക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് അവൾ ദോശ ചൂടുന്നുണ്ട്. ഗുഡ് മോർണിംഗ് മൈ ബ്യൂട്ടിഫുൾ വൈഫ്. അവളുടെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു. വെരി ഗുഡ് മോർണിംഗ് മൈ ഹാൻസം ഹസ്ബൻഡ്. അമ്മു, ആർ യു ഓക്കെ? ഡു യു ഹാവ് എനി ഹെൽത്ത് ഇഷ്യൂസ്? പുതുതായി ഒന്നുമില്ല, സ്ഥിരം പെയിൻ. പിന്നെ ബോഡി മൊത്തം പഞ്ചറായി കിടക്കുക. പിന്നെ പുറത്ത് പറയാൻ പറ്റാത്ത ഇടങ്ങളിൽ പോലും നിങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ പ്രണയമുദ്ര തന്നിട്ടുണ്ട്. വെള്ളം പോലും കൊള്ളാൻ പറ്റുന്നില്ലായിരുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ എന്നത്തെയും പോലെ നിങ്ങൾ ഇന്നലെയും നല്ല ഓവറായിരുന്നു. ഇനിയും സാറിന് എന്തെങ്കിലും അറിയണമെങ്കിൽ നമുക്ക് വിശദമായി പിന്നീട് സംസാരിക്കാം. ഞാനിപ്പോൾ നല്ല തിരക്കിലാണ്. അമ്മു, ഐ എം സോറി. എല്ലാം കഴിഞ്ഞൊരു സോറി. ഇത് ഞാൻ പ്രതീക്ഷിച്ചു. എൻ്റെ അമ്മു ഒറ്റയ്ക്കേ ഉള്ളൂ, അവരൊക്കെ എവിടെ? അപ്പോൾ ചെടി നനയ്ക്കുക. അച്ഛന് നല്ല സുഖമില്ല, ചെറിയ തലവേദന. എന്നാ എന്നെ വിളിച്ചാൽ പോരായിരുന്നല്ലോ, ഞാൻ ഹെൽപ്പ് ചെയ്തേനല്ലോ. അബി അവളുടെ അരികിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു. അതൊന്നും വേണ്ട, ഇതെനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതേ കോഫി റെഡിയാണ്. നിങ്ങൾ അപ്പുറത്ത് ചെന്ന് ന്യൂസ് പേപ്പറും വായിച്ചുകൊണ്ട് കോഫി കുടിക്കുക. അപ്പോഴേക്കും ഫുഡ് റെഡിയാവും. വേണ്ടെന്നേ, ഞാൻ ഇവിടെ നിന്ന് കുടിച്ചോളാം. നിന്റെ കുക്കിംഗ് ഞാനും കൂടി കാണട്ടെ. ഇനിയിപ്പോൾ വല്ല തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആവശ്യമായ നിർദ്ദേശങ്ങൾ തരാലോ. അബി കോഫി സിപ്പ് ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞു. അതിന് ഇയാൾക്ക് കുക്കിംഗ് അറിയോ? ദേവ് ചോദിച്ചു. തെറ്റുകുറ്റങ്ങൾ പറയാൻ കുക്കിംഗ് അറിയേണ്ട ആവശ്യമുണ്ടോ എൻ്റെ അമ്മു? മനു ഏട്ടാ, നിങ്ങളൊന്ന് പോകുന്നുണ്ടോ? ഞാനൊരു ജോലി ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ്, അത് ശരിയായില്ല, ഇത് ശരിയായില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേ എനിക്കൊരു തരം ഇറിറ്റേഷനാണ്. തൽക്കാലം ഇവിടെ ഒരു മേൽനോട്ടക്കാരൻ്റെ ആവശ്യമില്ല. മനു ഏട്ടാ, ഇങ്ങനെ ഓരോന്ന് സംസാരിച്ച് എൻ്റെ കോൺസെൻട്രേഷൻ കളയാതെ നിങ്ങൾ കോഫിയും കൊണ്ട് അപ്പുറത്തേക്ക് ചെന്നാട്ടെ. പ്ലീസ്, ഐ ബെഗ് യു. ഞാനൊരു ഉത്തരവാദിത്തമുള്ള കുടുംബിനി ആയിക്കോട്ടെ. ദേവ് കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. ഇതാണോ ഫുൾ കോൺസെൻട്രേഷൻ കൊടുത്ത് കുടുംബിനി ചുട്ടെടുത്ത ദോശ? ഇതിനു മുന്നിൽ ഇന്ത്യയുടെ മാപ്പ് പോലും തോറ്റുപോകും. ആഹാ, ഒരെണ്ണം പോലും റൗണ്ടിൽ വന്നിട്ടില്ല. അല്ല, ഇതെന്തോന്ന് ചിക്കൻ സാമ്പാറാ? കറിയിൽ ചിക്കനും കാണാം, പോരാൻ നിന്നോളം വലിപ്പത്തിൽ വെജിറ്റബിൾസും കിടപ്പുണ്ടല്ലോ. ശരിക്കും എന്ത് കറിയാണ് മാഡം ഉദ്ദേശിച്ചത്? തൊട്ടരികിൽ കിടക്കുന്ന കറിയുടെ പാത്രം തുറന്നുകൊണ്ട് അവൻ ചോദിച്ചു. അപമാനിച്ചു കഴിഞ്ഞോ ആവോ? അതെ, ഇത് ചിക്കൻ കറി തന്നെയാണ്. അതിലൊരുപാട് വെജിറ്റബിൾസ് ഒന്നുമില്ല, പൊട്ടാറ്റോ മാത്രമേ ഉള്ളൂ. അത് പിന്നെ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണല്ലോ, ഇച്ചിരി ഉപ്പ് കൂടിപ്പോയി. അങ്ങനെ പൊട്ടാറ്റോ കട്ട് ചെയ്തിട്ട് കൊടുത്തു. അതിപ്പോൾ എടുത്ത് മാറ്റും. ഇത് ആമിച്ചേച്ചി പറഞ്ഞു തന്നതാ.
ഇതൊക്കെ കഴിച്ച് പണി കിട്ടാതിരുന്നാൽ മതിയായിരുന്നു. ഞാൻ പിന്നെ ഹോസ്പിറ്റലിലേക്കാണെന്ന് പറയാം. എൻ്റെ പിള്ളേരുടെ ഗതി എന്താവോ എന്തോ. പാചകം അറിയാവുന്ന പെണ്ണിനെ കെട്ടിയാൽ മതിയായിരുന്നു. അബി കൗണ്ടർ ടോപ്പിന് മുകളിൽ കയറിയിരുന്നു. ദേവുവിനെ പിന്നെയും ദേഷ്യം പിടിപ്പിച്ചു. എന്നാ പോയി കെട്ടടോ. അന്നേരം തവി കൊണ്ട് അവൾ അവൻ്റെ കയ്യിലേക്ക് ചെറുതായി അടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനിതിന് ഇപ്പോൾ കൂടുതൽ മറുപടി പറയുന്നില്ല. പറഞ്ഞാലേ കൂടിപ്പോവും. ഹലോ മിസ്റ്റർ ഹിറ്റ്ലർ, ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. എൻ്റെ ദോഷയും കരയും കാണാൻ വല്ല ലുക്കില്ലെന്നേ ഉള്ളൂ. പക്ഷേ എൻ്റെ വർക്ക് അതൊന്നൊന്നര വർക്കാണ്. ഇങ്ങനെ വാക്കുകൾ കൊണ്ട് തളർത്തിയാലൊന്നും ഈ ദേവാൻഷിക ദേവതത്ത് തളരില്ല. അതെൻ്റെ വാശി ഇരട്ടിപ്പിക്കേ ഉള്ളൂ. നോക്കിക്കോ, ഒരു നാൾ നിങ്ങളെ കൊണ്ട് ഞാൻ മാറ്റി പറയിപ്പിക്കും. യെസ്, ഐ ആം സീരിയസ്. ഞാൻ കുക്കിംഗ് പഠിക്കാൻ തീരുമാനിച്ചു. അതും അധികം വൈകാതെ. ദേവ് പറഞ്ഞു. അതെ, വാശിയൊക്കെ നല്ലതാ. വാശി മൂത്ത് വട്ടാവാതിരുന്നാൽ മതി. പിന്നെ നിൻ്റെ ആ ഒരു നാൾ വരെയൊന്നും ഇവിടെ ആർക്കും കാത്തിരിക്കാൻ വയ്യ. മനുഷ്യന് വായക്ക് രുചിയായി വല്ലതും കഴിക്കണം. അതുകൊണ്ട് നാളെ മുതൽ ഭക്ഷണം പാകം ചെയ്യാൻ ഇവിടെ ഒരു കുക്കുണ്ടാവും. കൊക്കോ? അല്ല, കുക്കോ? എന്തിന്? അപ്പോൾ മെയിൻ കുക്കായ ഞാനെന്ത് ചെയ്യും? അതൊന്നും വേണ്ട, ഭക്ഷണമൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം. സമ്മതിക്കില്ല ഞാൻ. ഇന്നലെ നിങ്ങൾ അടുക്കളയിൽ നിന്ന് ഇറക്കി വിട്ടു. ഇങ്ങനെ പോയാൽ എന്നെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടില്ലെന്ന് ആര് കണ്ടു? നീ തൽക്കാലം വരുന്ന കുക്ക് വെച്ചുണ്ടാക്കുന്നത് കണ്ടുപഠിച്ചാൽ മതി, അബി പറഞ്ഞു. എൻ്റെ പട്ടി പഠിക്കും. ഞാൻ പറഞ്ഞല്ലോ, ബാക്കിയുള്ളവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നത് എനിക്കൊട്ടും ഇഷ്ടമില്ലെന്ന്. കുക്കിങ് ഞാൻ സ്വന്തമായി പഠിച്ചോളാം. നീ എന്ത് വേണേലും ചെയ്യേ. ഇനി എക്സാമിന് കഷ്ടിച്ച് 2 ആഴ്ചയേ ബാക്കിയുള്ളൂ. നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു നടന്നു. റിസൾട്ട് വരുമ്പോൾ മാർക്ക് കുറവാണെങ്കിലേ നീ എൻ്റെ മറ്റൊരു മുഖം കൂടി കാണേണ്ടി വരും. അത് ശരി, നിങ്ങൾക്ക് ഇനിയും വേറെയും മുഖങ്ങളുണ്ടോ? നിലവിൽ നിങ്ങളുടെ 5-6 മുഖം ഞാൻ കണ്ടിരുന്നു. പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. എല്ലാം ഒന്നിനൊന്ന് മോശം. ദേവ് അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇതിനുള്ള മറുപടി എനിക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല, വേണ്ടെന്ന് വെച്ചിട്ടാ. എനിക്ക് പോവാൻ സമയമായി. ഒരു പ്ലേറ്റിലെ കേരളമോ തമിഴ്നാടോ കർണാടകയോ ഗുജറാത്തോ എന്തായാലും കുഴപ്പമില്ല, 2 മതി. കൂടെ നിന്റെ ചിക്കൻ സാമ്പാറും. പീസൊന്നും വേണ്ട, ഓൺലി ഗ്രേവി. അതും ഒരിത്തിരി. ഒന്നും തോന്നരുത്, ഇന്നൊരു സർജറി ഉള്ളതാ. പണി ചിക്കൻ കറിയുടെ രൂപത്തിൽ വരില്ലെന്ന് ആര് കണ്ടു? അതും പറഞ്ഞു പോകുന്നവനെ ദേവ് ഒന്ന് നോക്കി നിന്നു. അതെ, കൊക്കോ കുയിലോ ആരായാലും വന്നോട്ടെ, പക്ഷേ പെണ്ണുങ്ങളെ ഞാൻ ഈ പടി ചവിട്ടിക്കത്തില്ല, ദേവ് പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. പിന്നല്ലാതെ നിങ്ങൾ പെണ്ണുങ്ങളുടെ ഇടയിലേ ഞാനിനി ചാന്ത് പൊട്ടിനെ ഇറക്കണമായിരിക്കും. ചാന്ത് പൊട്ട് വേണമെന്ന് ആര് പറഞ്ഞു? ഇത്തിരി കൂടി പണം കൂടുതൽ കൊടുത്താലേ പണി അറിയാവുന്ന നല്ല ഒന്നാന്തരം ഷെഫിനെ കിട്ടും. അതാവുമ്പോൾ വെറൈറ്റി ഫുഡും കഴിക്കാം, എനിക്ക് കുക്കിംഗ് പഠിക്കുകയും ചെയ്യാം. എന്നിട്ട് വേണം. ദാമു, എന്നെക്കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കല്ലേ, അബി പിറുപിറുത്തു. എങ്കിൽ കുറച്ച് പ്രായമായ ആൾക്കാരെ നോക്കിക്കോ. ലൈക്ക് രാമേട്ടൻ, ബാലേട്ടൻ, ഭാസ്കരേട്ടൻ, അല്ലെങ്കിൽ ബഷീർക്ക, അബൂക്ക, സൈദുക്ക, അതുപോലെ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അതുമല്ലെങ്കിൽ തൊമ്മിച്ചനോ വർക്കിച്ചനോ കുര്യച്ചനോ ആരായാലും കുഴപ്പമില്ല. ഇവരൊക്കെ ആകുമ്പോൾ അച്ഛൻ്റെ പ്രായമല്ലേ വരൂ. ഇവിടെ പിള്ളേർക്കാണെങ്കിൽ അച്ഛൻ്റെ സ്നേഹവും മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് പിന്നെ പപ്പയല്ലേ ഉള്ളൂ, അച്ഛനില്ലല്ലോ. ഞങ്ങളും അച്ഛനും കുക്കിങ്ങൊക്കെ അടിച്ച് പൊളിച്ച് കഴിഞ്ഞോളാം. ഇനിയിപ്പോൾ വയസ്സായ സ്ത്രീ ആയാലും കുഴപ്പമില്ല കേട്ടോ. പിള്ളേർക്ക് അമ്മയുടെ സ്നേഹവും മിസ് ചെയ്യുന്നുണ്ട്. കൂടെ എനിക്കും. അന്നമ്മച്ചി, ത്രേസ്യാമ്മച്ചി, ജാനു അമ്മ, ലീല അമ്മ, ശോഭയെടുത്തി, ശാരദയെടുത്തി, എക്സെട്ര എക്സെട്ര എക്സെട്ര. പക്ഷേ പൊന്നമ്പിളി, ഗൗരി, ലക്ഷ്മി, കല്യാണി, മീനാക്ഷി, തുളസി, സരള, രമണി, ഇമാതിരി ബിലോ 35 ഏജുള്ള പെണ്ണുങ്ങളെ ഞാൻ ഇങ്ങോട്ട് അടുപ്പിക്കത്തില്ല. വേലക്കാരി ആയാലും നീ എൻ മോഹവല്ലി എന്ന ഡയലോഗ് കൊണ്ട് ഓരോരുത്തരും അടുക്കളയിലോട്ട് എത്തി നോക്കില്ലെന്ന് ആര് കണ്ടു? നിങ്ങളല്ല കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചതേ അപ്പുറത്തെ വീട്ടിലെ ചേട്ടന്മാര് മതിൽ ചാടില്ലെന്ന് ആര് കണ്ടുന്നാ. അതുമല്ല, പെട്ടിയും പ്രമാണവും എടുത്ത് ആരും ഇങ്ങോട്ട് വരികയും വേണ്ട. 6 AM to 5 PM അതാണ് വർക്കിംഗ് ടൈം. ദേവ് പറഞ്ഞു. മനസ്സിലായി, നിന്റെ സൂക്കേട് എനിക്ക് മനസ്സിലായി. മെഡിക്കൽ സയൻസിലെ ഇതിനെ സംശയരോഗ വൈഫാന്തരീക്ഷ എന്ന് പറയും. ചികിത്സിച്ച് ഭേദമാക്കുക അസാധ്യമാണ്. ഇറ്റ്സ് ഇൻക്യൂറബിൾ. ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ഫലം ചെയ്യും, പക്ഷേ ഇവിടെ അതും സാധിക്കില്ല. അബി അത്രയും പറഞ്ഞു നിർത്തി. ഇന്നലെയും കൂടി ഞാൻ പത്രത്തിൽ വായിച്ചതേയുള്ളൂ. വീട്ടുവേലക്കാരി പട്ടാപകൽ വീട്ടുടമസ്ഥരായ യുവദമ്പതികളെ തലക്കടിച്ച് കൊന്നു. ഭർത്താവ് സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ഭാഗ്യം കൊണ്ട് ഭാര്യ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു അത്രേ. സൂക്ഷിച്ചാൽ നോക്കിക്കണ്ട, ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ എനിക്ക് നിങ്ങൾ പറഞ്ഞ സംശയ രോഗമൊന്നുമില്ല. അല്ലെങ്കിലും ഇത്തിരി സംശയിച്ചാൽ എന്താ കുഴപ്പം? ഭർത്താവിനെ സംശയിക്കുക അതൊരു ഭാര്യയുടെ അവകാശമാണ്. ഭർത്താവിനെ സംശയിക്കുന്ന ഭാര്യ, അവളാണ് യഥാർത്ഥ ഭാര്യ. മാരേജ് ലൈഫാകുമ്പോൾ സംശയവും പിണക്കവും പരിഭവവും അടിയും ഇടിയും ഒക്കെ ഉണ്ടാവും.
എങ്കിലേ അതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫാമിലി ലൈഫ് ആവുള്ളൂ. അല്ലെങ്കിൽ അത് പക്ക ആർട്ടിഫിഷ്യൽ ആണെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷെ അടിയും പിണക്കൊക്കെ ഉണ്ടായാലേ അവിടെ പിണക്കം പെട്ടെന്ന് പറഞ്ഞു തീർക്കാതെ പാർട്ട്നേഴ്സ് തമ്മിൽ മസിൽ പിടിച്ചിരുന്നാൽ അത് കുഴപ്പമാവട്ടോ. ഇൻ കേസ് നമ്മൾ തമ്മിൽ വഴക്കിട്ടോന്ന് കരുതുക, അതിനിടയിൽ ഞാൻ നിങ്ങളെ കണ്ണുപൊടുന്ന ചീത്ത പറഞ്ഞു, അവസാനം നമ്മൾ അടിയും ഇടിയും വഴക്കൊക്കെ സീനായി. നിങ്ങൾ ഒരു മുറി കയറി വാതിലടച്ചു, ഞാൻ മറ്റൊരു മുറി കയറി വാതിലടച്ചു. 1, 2, 3 മണിക്കൂറിന് ശേഷം ഞാനൊരു സോറിയും പറഞ്ഞ് ചെല്ലുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതാണ് സ്നേഹം. പരസ്പരം തോറ്റു കൊടുക്കാനുള്ള മനസ്സുണ്ടാവണം. പക്ഷേ എല്ലായ്പ്പോഴും ഞാൻ സോറിയും പറഞ്ഞ് വരുന്നത് നിങ്ങൾ കരുതണ്ട കേട്ടോ. ഇടയ്ക്കിടെ നിങ്ങൾക്കൊരു സോറി പറയാം. ദേവു അത്രയും പറഞ്ഞു നിർത്തി. കഴിഞ്ഞോ? അഭി മാറിൽ കൈപിണച്ച് കെട്ടിക്കൊണ്ട് ചോദിച്ചു. എന്ത്? നിന്റെ മോട്ടിവേഷണൽ സ്പീച്ച്. എക്സാമിൽ തോറ്റാലും ഇതുപോലെ നാക്കിട്ടലിച്ച് നീ ജീവിക്കും. കഴിക്കാൻ വല്ലതുണ്ടെങ്കിൽ താ, ഇല്ലെങ്കിൽ ഞാൻ പുറത്തു നിന്ന് കഴിച്ചോളാം. അഭി അത്രയും പറഞ്ഞ് ഹാളിലേക്ക് നടക്കാനൊരുങ്ങി. അതെ, ഒന്ന് നിന്നേ. അവൻ്റെ പോക്ക് കണ്ട് അവൾ പിന്നിൽ നിന്ന് വിളിച്ചു. എന്താ? അല്ല, നിങ്ങൾ എന്താ ഇന്ന് കോളേജ് വരുന്നില്ല എന്ന് പറഞ്ഞേ? എനിക്കൊരു സർജറി ഉണ്ടെന്നല്ലേ പറഞ്ഞേ? എത്ര മണിക്കാണ് സർജറി? 11 മണിക്ക്. എങ്കിൽ ഉച്ച കഴിഞ്ഞ് വരാലോ. അല്ലെങ്കിലും ഈയിടെയായി നിങ്ങൾ അങ്ങനെയാണല്ലോ വരാറ്. പിന്നെന്താ പുതിയൊരു ശീലം? ശരിക്കും നിങ്ങൾക്കിന്ന് സർജറി ഉണ്ടോ? എൻ്റെ ദൈവമേ, ഇവൾ എന്നെക്കൊണ്ട് കടുങ്കൈ ചെയ്യിപ്പിക്കും. ദേവനങ്ങളോട് ഇന്ന് തന്നെ വിളിച്ച് ചോദിക്കണം ഈ സാധനത്തിനെ തിരികെ എടുക്കാൻ വല്ല ഓപ്ഷൻ ഉണ്ടോയെന്ന്. അഭി പല്ല് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ അതിൻ്റെ ഇത്തിരി പുളിക്കും. എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ ഇയാൾ തിരികെ തരുമോ? ദേവ് ചോദിച്ചു. എന്ത് തരുമോന്ന്? എൻ്റെ വെർജിനിറ്റി, എൻ്റെ ചാരിത്രം. അതിനെന്താ ഒരു വിലയില്ലേ? നിന്റെ ചാരിത്രം മാത്രമല്ലല്ലോ, എൻ്റെ ചാരിത്രം കൂടി പോയല്ലോ. അതുകൊണ്ട് ആ ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. അഭി പറഞ്ഞു. മനസ്സിലാവുന്നുണ്ട്, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. കുക്കിനെ വെക്കാൻ തീരുമാനിക്കുന്നു. രാവിലെ തൊട്ട് എന്നെയും എൻ്റെ ഫുഡിനെയും ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നു. എന്നെ വീട്ടിൽ കൊണ്ടുവിടാൻ തോന്നുന്നു. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് ചിലത് മനസ്സിലാവുന്നുണ്ട്. അല്ലേലും എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇയാളുടെ ഷുഗർ സിറപ്പിൽ ഞാൻ വീഴാൻ പാടില്ലായിരുന്നു. ഞാൻ എന്തൊരു വണ്ടിയാ. പെട്ടെന്ന് വളഞ്ഞാൽ ത്രില്ല് പോകുന്ന കുഞ്ഞുഞ്ഞു പറഞ്ഞത് ചുമ്മാതല്ല. അല്ലേലും കുഞ്ഞുഞ്ഞു പറഞ്ഞതിന് ആരും വില കൽപ്പിക്കാറില്ലല്ലോ. പക്ഷെ ഞാനിപ്പോൾ വില കൽപ്പിക്കുന്നു. ഞാൻ ഈ ഹിറ്റ്ലറെ എൻ്റെ ദേഹത്ത് തൊടാൻ സമ്മതിക്കില്ല. നോക്കിക്കോ. ദേവ് ഓരോന്നും പറഞ്ഞുകൊണ്ട് എങ്ങോട്ടൊന്നില്ലാതെ നടന്നു. അവസാനം ഹാളിലെ സിങ്ങിലിരുന്ന് ചിന്തയിൽ മുഴുകി. ഇതൊക്കെ കണ്ടും കേട്ടും തൃപ്തിയായ അഭി ഇനിയും താനിവിടെ നിന്നാൽ ശരിയാവില്ല എന്നും പറഞ്ഞുകൊണ്ട് തൻ്റെ മുറിയിലേക്ക് നടന്നു. വൈകുന്നേരം കോളേജിൽ നിന്നും തിരിച്ചു വന്നതായിരുന്നു ദേവു. വണ്ടി പോർച്ചിൽ നിർത്തി അവൾ ഇറങ്ങി നടന്നു. അന്നേരം സിറ്റ് ഔട്ടിൽ ഇരുന്നുകൊണ്ട് ന്യൂസ് പേപ്പർ വായിക്കുന്ന അഭിയാണ് കാണുന്നത്. അപ്പവും ചോട്ടവും സിറ്റ് ഔട്ടിലിരുന്ന് ഫോണിൽ വീഡിയോ കാണുന്നുണ്ട്. ഇയാൾ നേരത്തെ വന്നോ? അഭിയെ നോക്കിക്കൊണ്ട് ദേവു മനസ്സിൽ പറഞ്ഞു. അഭി പത്രവായനയിൽ മുഴുകിയിരിക്കുന്നതിനാൽ അവൾ വന്നതുപോലും അറിഞ്ഞില്ല. സാർ, കോഫി. അകത്തു നിന്ന് ഒരുത്തി വന്നു അഭിക്ക് നേരെ കോഫി നീട്ടുന്നത് കണ്ടതും ഇവളേതാ എന്ന പോലെ ദേവുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. കോഫി എന്ന് പറയുന്നത് കേട്ടതും അഭി പത്രത്തിൽ നിന്നും തല ഉയർത്തി നോക്കി. ആ നിമിഷം തന്നെ തുറച്ചു നോക്കുന്ന ദേവുവിനെയാണ് അഭി കാണുന്നത്. ദേവു ചാടി കയറി കോഫി കപ്പ് വാങ്ങിക്കൊണ്ട് അഭിയെയും ആ സ്ത്രീയെയും മാറി മാറി നോക്കി. 30-ന് മുകളിൽ പ്രായം തോന്നിക്കുന്ന സ്ത്രീ. ആരാ? ദേവുവിൻ്റെ നോട്ടവും പ്രവൃത്തിയും കണ്ട് ആ സ്ത്രീ ചോദിച്ചു. അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്, ആരാന്ന്? ദേവു തിരികെ ചോദിച്ചു. ഞാൻ ഷീല. ആരാ സാറേ ഇത്? ദേവുവിനോട് പേര് പറഞ്ഞുകൊണ്ട് അവൾ അഭിക്ക് നേരെ തിരിഞ്ഞു. ഹലോ, ദിങ്ങട്. നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ അങ്ങേരോട് ചോദിക്കുന്നേ? ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയണമെങ്കിലേ നിങ്ങൾ എന്നോട് ചോദിക്കണം. അപ്പം ഞാൻ പറയില്ലേ ഞാൻ ആരാണെന്ന്. എന്നാ പറ, കുട്ടി ആരാ? അവൾ വീണ്ടും ചോദിച്ചു. കുട്ടിയോ? എന്ത് കുട്ടി? ഞാൻ കുട്ടിയും ചട്ടിയൊന്നുമല്ല. എന്നെ ദേവു എന്ന് വിളിച്ചാൽ മതി. ഞാനേ ഈ ഡോക്ടറുടെ ഭാര്യ. ദേവ് ഇഷ്ടപ്പെടാത്ത മട്ടി പറഞ്ഞു. അയ്യോ, ഡോക്ടറുടെ ഭാര്യയായിരുന്നോ? ഞാൻ അറിഞ്ഞില്ല. സത്യം പറയാലോ ഡോക്ടറെ, ഇത്രയും സുന്ദരിയായ ഭാര്യ കിട്ടിയ ഡോക്ടറെ ഒരു ഭാഗ്യവാനാണ്. എന്തൊരു ഐശ്വര്യമാണ് ഈ കുട്ടിയുടെ മുഖത്ത്. ദേവുമോളെ, ഞാൻ ഇവിടുത്തെ പുതിയ സെർവൻ്റാണ്, ഷീല. മോൾ ഷീല ചേച്ചീന്ന് വിളിച്ചോ? ദേവുമോളെ, അത് സാറിനുള്ള കോഫിയാ. ഷീല പറയുന്നത് കേട്ടു ദേവ് വായും പൊളിച്ച് നിന്നു. അങ്ങ് പതപ്പിച്ച് മയക്കാണല്ലോ, ദേവ് മനസ്സിൽ പറഞ്ഞു. ഷീല ആയാലും കൊള്ളാം, ജയഭാരതി ആയാലും കൊള്ളാം. നിങ്ങളുടെ ഡ്യൂട്ടി അടുക്കളയിലാണ്. ഈ സാറിൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങൾ ചെല്ല്, ദേവ് ഇത്തിരി കനപ്പിച്ച് പറഞ്ഞു. ദേവ് പറഞ്ഞത് കേട്ടതും ഷീല അകത്തേക്ക് നടന്നു. നിങ്ങൾക്ക് ഈ നേരത്ത് കോഫി കുടി പതിവില്ലാത്തതാണല്ലോ. തൻ്റെ കയ്യിലെ കോഫി ഒന്ന് സിപ്പ് ചെയ്തുകൊണ്ടവൾ കപ്പ് അവന് നേരെ നീട്ടി. അമ്മോ, എനിക്ക് ചെറിയ തൊണ്ടവേദന പോലെ, ചെറുതായി മൂക്കടപ്പുണ്ട്. അപ്പോൾ തോന്നിയൊരു കോഫി കുടിക്കാന്ന്.
ഞാൻ ഈ അപ്പൂനോടാ പറഞ്ഞേ, അഭിനിഷ്കുവായി പറഞ്ഞു. ഞാൻ ആരെ വേണ്ടാന്ന് പറഞ്ഞോ കറക്റ്റായിട്ട് അത്തരക്കാരത്തിനെ കൊണ്ടുവന്നൂലേ. നിങ്ങൾ മുറിയിലോട്ട് വാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ദേവ് അതും പറഞ്ഞുകൊണ്ട് ചോട്ടൂനും അപ്പൂനും ചോക്ലേറ്റ്സ് കൊടുത്ത് മുകളിലോട്ട് നടന്നു.